കഴിച്ചിട്ട് ഇറങ്ങണം പെട്ടെന്ന്. നമുക്ക് ഒന്ന് പെട്ടെന്ന് കഴിച്ചു തുടങ്ങിയാലോ. ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് പൊതുവെ കഴിക്കാൻ താല്പര്യമുള്ളത്? എനിക്ക് നോൺ വെജിറ്റേറിയൻ ആണ് എല്ലാ നേരവും കഴിക്കാൻ ഇഷ്ടം. താല്പര്യം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം. ഈ ഇന്റേണൽ ഓർഗൻസ് തണുപ്പിക്കാനായിട്ട് കുറച്ച് അങ്ങനെ കഴിക്കണം. അത് കാരണം കൊണ്ട് എനിക്കങ്ങനെ ഈ ലെറ്റ്യൂസ് ഒന്നും അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമൊന്നുമില്ല. പക്ഷെ അത് കഴിച്ചേ പറ്റുള്ളൂ ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ എന്നുള്ള നിലയ്ക്ക്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എടുത്തിട്ട് ചിക്കനൊക്കെ കഴിക്കുന്നതാണ്. ആദ്യം കംപ്ലീറ്റ് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം വീട്ടിൽ അമ്മയുടെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അപ്പോൾ അധികം പുറത്തെ ഫുഡൊക്കെ ആയിരിക്കും. എങ്ങനെ മാനേജ് ചെയ്യും? ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് വെക്കേഷനൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഈ ഓംലെറ്റ് കുക്ക് ചെയ്യും. ഓക്കെ, എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഈ സോസേജ്, ഓംലെറ്റ്, കുറച്ച് നട്ട്സ്, ഇത്തിരി ബട്ടർ അല്ലെങ്കിൽ ചീസ് അതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കഴിക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ പച്ചലയും പരിപാടിയൊക്കെ കഴിച്ചില്ലെങ്കിൽ ഏത് ഫുഡ് നമ്മുടെ തനി നാടൻ ഫുഡാണോ അതോ വെസ്റ്റേൺ ആണോ? ഏതാ താല്പര്യം? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്കിപ്പോൾ നാടനാണെങ്കിൽ നാടനിൽ നല്ല പിടിപിടിക്കും. പിന്നെ ഈ ചോറൊക്കെ കഴിക്കുമ്പോൾ പിന്നെ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ചൊന്നുമല്ല നന്നായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് ചോറൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് തടി വെക്കൽ ഉണ്ടാവാറുണ്ട്. കൺട്രോൾ മൊത്തം പോകും. അതല്ലാണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഗുണം വെച്ചാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് എഗ് വൈറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഇത് ദഹിക്കാനായിട്ട് സമയം എടുക്കുന്ന കാരണം കൊണ്ട് വിശക്കില്ല പെട്ടെന്ന്. ഈ ഉച്ചവരെ കുഴപ്പമുണ്ടാവില്ല. മറ്റേത് രാവിലെ വല്ല ഫ്രൂട്ട്സ് മാത്രമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു മിഡ് മീൽ എന്തായാലും വരും. എന്തെങ്കിലും സ്നാക്ക് കഴിച്ചില്ലെങ്കിൽ വിശക്കും ഭയങ്കരമായിട്ട്. വൈഫിൻ്റെ പരിചയപ്പെട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് പരിചയപ്പെടുത്തരണം എന്നുള്ളത്. സാധിക്കും, അറിയാലോ. എങ്ങനെയാ വീട്ടിലെങ്ങനെയാ ടോവിനോ? ഫ്രീ ആയിട്ടുള്ളപ്പോൾ കിച്ചണിൽ കയറി കുക്ക് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അസിസ്റ്റൻ്റായി കൂടും. എങ്ങനെ കുക്ക് ചെയ്യും? എനിക്ക് അങ്ങനെ അധികം ചെയ്യേണ്ടി വരാറില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യും. അമ്മയാണ് അവിടെ കുക്കിംഗ് എല്ലാം വെക്കും. അമ്മ പച്ചക്കറിയും വയ്ക്കും, നോൺ വെജും വെക്കും. അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഞായറാഴ്ചകളിൽ ഞങ്ങൾക്ക് സൺഡേ കാറ്റീസ് എന്നുള്ള സംഭവം ഉണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഈ സൺഡേ കാറ്റീസും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഞാനും ചേട്ടനും ചേച്ചിയും ഒരു ഓട്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അമ്മയുടെ അടുത്ത് ചിക്കൻ കറി ഉണ്ട്. ആ ചിക്കൻ കറിയും ചോറും കഴിക്കാനുള്ള അത് കാര്യം രാവിലെ നമ്മൾ പള്ളിയിലൊക്കെ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതൊക്കെ അന്നത്തെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ മടിയാണ്. പള്ളിയിലൊക്കെ പോയി അവിടുന്ന് സൺഡേ കാറ്റീസൊക്കെ കഴിഞ്ഞ് 12 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പുമായിരിക്കും. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റും മനസ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓടി വരും. ഇപ്പോഴും അതുപോലെ തിരിച്ച് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നേരെ വീട്ടിലേക്ക് ഓടാറുണ്ട്? ഞാനെപ്പോഴും വീട്ടിലൊക്കെ തന്നെയാണ്. ഇപ്പം എനിക്ക് ഷൂട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള ഇങ്ങോട്ടും ട്രാവലൊക്കെ തന്നെയായിരിക്കും. അല്ലാതെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തൃശ്ശൂർക്കാരാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ പല സ്ഥലത്താണ്, ലോകത്തിൻ്റെ പല സ്ഥലത്താണ്. പക്ഷെ അവരെപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഞാൻ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഞങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരുമിച്ച് കൂടാറുണ്ട് എപ്പോഴാണെങ്കിൽ.